പണ്ടൊക്കെ ഒരുപാട് മത്സര ബുദ്ധിയോടും ആവശ്യത്തോടും കൂടി ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ക്രിസ്മസ് കഴിവ്. നമ്മൾ ഇതൊരിക്കലും ഒരു മത്സരത്തോടു കൂടി ചെയ്യേണ്ട കാര്യമല്ല. ഇത് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ പുകഴ്ത്തുവാനും ആരാധിക്കുവാനും വേണ്ടിയുള്ള കാര്യമാണ്. എന്നാൽ നമ്മളിൽ പലരും ഇതൊരു മത്സരമായാണ് കാണുന്നത്. താൻ ജയിക്കുവാൻ വേണ്ടിയാണ് ഇത് പലരും ചെയ്തത്. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ. ഉണ്ണീശോയെ ആരാധിക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്മസ് കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ഒരു നിമിഷം മുതൽ, ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കാം. നമ്മൾ ഇനി മുതൽ നാം ജയിക്കുവാൻ വേണ്ടി, ഒരു മത്സരത്തിന് വേണ്ടി ഒരിക്കലും ക്രിസ്മസ് കഴിവുകൾ ചെയ്യുകയില്ല. മറിച്ച് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ പുകഴ്ത്തുവാനും ആരാധിക്കുവാനും വേണ്ടി ചെയ്യും എന്നൊരു തീരുമാനമെടുക്കാം. എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു.